കലാപങ്ങൾക്ക് വിശ്രമമില്ലാത്ത നാടായിരുന്നു കണ്ണൂർ. രാഷ്ട്രീയത്തിലൂടെ അക്രമം അഴിച്ചുവിടുന്ന നാട്, അല്ലെങ്കിൽ അക്രമത്തിലൂടെ രാഷ്ട്രീയ അധികാരം കയ്യിലെടുക്കുന്ന നാട്. കണ്ണൂരിന് ബോംബൊരു പുത്തരിയല്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി, പാനൂർ, കൂത്തുപറമ്പ് പ്രദേശങ്ങളെല്ലാം കലാപങ്ങൾ ഒഴിയാത്ത ഇടം തന്നെയായിരുന്നു. ബോംബ് സ്ഫോടനവും നിർമ്മാണവും അവരുടെ ജീവിതചര്യയിൽ ഒന്നായി മാറി. ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ സ്ഫോടനം നടന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മുൻപാണ്, അതും പാനൂരിൽ. സ്ഫോടനത്തിൽ ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിൽ മരിച്ച ഷെറിൻ ഉൾപ്പെടെ 12 പ്രതികളാണ് കേസിലുള്ളത്. ഷെറിലാണ് ഒന്നാം പ്രതി. പാനൂർ മുളിയത്തോട് വീടിന്റെ ടെറസിൽ വെച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ 12:30-യോടെ സംഭവം നടന്നത്. പാനൂരിൽ സ്ഫോടനമുണ്ടായ ബോംബ് നിർമ്മാണ സംഘവുമായി പാർട്ടിക്കും തനിക്കും ബന്ധമില്ലെന്നാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ പറഞ്ഞത്. പാനൂരിലെ ബോംബ് നിർമ്മാണ സംഘത്തിലുള്ളവർക്ക് CPM-നേക്കാൾ മറ്റു പലരുമായാണ് ബന്ധമെന്നാണ് ശൈലജ പറഞ്ഞത്. പാനൂർ ബോംബ് നിർമ്മാണത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഇതുവരെ പോലീസ് ഔദ്യോഗിക മറുപടി നൽകിയിട്ടില്ല. ആകെയുള്ള വിവരം പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ്. അത് വളരെ ഗൗരവകരവുമാണ്. പ്രതികളുടെ DYFI ബന്ധത്തിന്റെ പേരിൽ CPM ഏറെ പ്രതിസന്ധിയിലായ കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലെ പോലീസ് മലക്കം മറിച്ചിലുകൾക്കും ഉത്തരമില്ല. ഇങ്ങനെ എത്രയെത്ര ചോദ്യങ്ങളാണ് ഉത്തരം കിട്ടാതെ നീണ്ടുപോകുന്നത്. അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന് നേതാക്കൾ ആണയിടുമ്പോഴും കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിന്റെ കണക്കുകൾ നൽകുന്നത് മറ്റൊരു ചിത്രമാണ്. ജില്ലയിൽ 5 വർഷത്തിനുള്ളിൽ 250-ലധികം ബോംബുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി കണ്ടെടുത്തത്. 2 മാസത്തിനിടെ 23 ബോംബുകൾ പിടിച്ചെടുത്തു. സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികളും കണ്ടെടുക്കുന്നുണ്ട്. ജില്ലയിൽ എല്ലാ ദിവസവും ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധനയും നടക്കുന്നുണ്ട്. പാനൂർ, കൊളവല്ലൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ബോംബുകൾ പിടിക്കുന്നത്. 3 വർഷത്തിനിടെ ജില്ലയിൽ 8 സ്ഫോടനങ്ങൾ നടന്നതായാണ് പോലീസിന്റെ കണക്ക്. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ 1998 ശേഷം 10 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 6 പേർ CPM പ്രവർത്തകരും 4 പേർ RSS പ്രവർത്തകരുമാണ്. ഐസ്ക്രീം ബോംബ്, സ്റ്റീൽ ബോംബ്, കടലാസ് ഉപയോഗിച്ചുള്ള കെട്ടുബോംബ് എന്നിവയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. ഉൾനാടൻ ഗ്രാമങ്ങളിൽ രാഷ്ട്രീയ മേൽക്കോയ്മ നിലനിർത്താനും സ്വാധീനമുറപ്പിക്കാനും ബോംബ് ആയുധമാക്കുന്നു. കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള മത്സരവും കുടിപ്പകയുമാണ് ബോംബ് നിർമ്മാണത്തിനുള്ള മറ്റൊരു കാരണം. പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥലങ്ങളിലാണ് ബോംബ് സൂക്ഷിക്കുന്നത്. PVC പൈപ്പിനകത്തും ഗ്രാമങ്ങളിലെ റോഡരികിലെ മതിൽ തുറന്ന് അറകളുണ്ടാക്കിയുമൊക്കെ ബോംബുകൾ സുരക്ഷിതമാക്കും. ആൾതാമസമില്ലാത്ത വീടുകൾ, പറമ്പുകൾ, ക്വാറികൾ, കടപ്പുറം, അടുക്കള, മരത്തിലെ പൊത്തുകൾ, മലിനജല സംഭരണി, വീടിന്റെ സൺഷെയ്ഡ്, തെങ്ങിനു മുകളിൽ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ബോംബുകൾ കണ്ടെടുത്തിട്ടുണ്ടെന്ന് ബോംബ് സ്ക്വാഡ് പറയുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുത്ത പ്രവർത്തകരും കൊട്ടേഷൻ സംഘങ്ങളും ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ഇത്രയൊക്കെ അക്രമം നടത്തിയിട്ടും CPM എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കണ്ണൂർ അക്രമ രാഷ്ട്രീയത്തിന്റെ നാടല്ലെന്ന്? ഇതിന് ആര് ഉത്തരം പറയും? പൊലിഞ്ഞു വീഴുന്നത് മനുഷ്യജീവനുകളാണ്. അധികാരം പിടിച്ചെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ അഴിച്ചുവിടുന്ന അക്രമത്തിന് ഇനിയും എത്ര നാളത്തെ ആയുസ്സാണുള്ളത്?